ദേശീയപാത 85 പഴയ മൂന്നാർ ടൗണിന് സമീപം രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴികൾ അപകടക്കെണിയാകുന്നു. കോൺക്രീറ്റ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതാണ് അപകടത്തിനിട വരുത്തുന്നത്. ഈ കുഴികൾ നികത്തണമെന്നാണ് ആവശ്യം. ദേശീയപാത 85 പഴയ മൂന്നാർ മൂലക്കടയ്ക്കും ഹെഡ്വർക്സ് അണക്കെട്ടിനും ഇടയിലാണ് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. വെള്ളമൊഴുകി കോൺക്രീറ്റ് ഇളകി പോയതോടെയാണ് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഇരുചക്ര വാഹന യാത്രികർ ഈ കുഴിയിൽ ചാടുന്നതും അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുകയാണ്. കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ഇത് പല നാളായിട്ട് നമ്മൾ കാണുന്ന ഇതിങ്ങനെ വലിയതായിക്കൊണ്ടിരിക്കുക. ഇരുചക്ര വാഹനത്തിൽ തന്നെ ആളുകൾ വരുന്നവർക്ക് വളരെ അപകടം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് സർക്കാർ നല്ലതായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ടൂറിസ്റ്റ് സീസൺ ആയി വരുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പം വന്നേക്കുന്ന നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നത് ഞങ്ങൾ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നത്. അന്നേരം അവർക്കൊരു കേരളത്തിനെ പറ്റി നല്ലൊരു വ്യൂ ആയിരുന്നു. മറ്റുള്ള റോഡുകളൊക്കെ കണ്ടപ്പം റീബിൾഡ് കേരളയിലും പല റോഡുകൾ നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ തുരുത്തിക്കാട് ഗ്രാമം, മല്ലപ്പള്ളി, അവിടെ ഒരു 23 കിലോമീറ്റർ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നേരം അത് എല്ലായിടത്തും അതുപോലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആകുമ്പോൾ ഇച്ചിരി കൂടെ ഒരു സ്പെഷ്യൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കണമെന്നുണ്ട്. എല്ലാവർക്കും അത് നല്ലൊരു രീതിയിൽ ചെയ്യണമെന്നാണ് സർക്കാരിനോട് ഒരു അഭ്യർത്ഥന. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ വന്ന് കുഴിയറിയാതെ ചാടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പ്രദേശത്ത് റോഡ് തകർന്നിട്ടെന്നും എന്നാൽ റോഡിലെ കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വിനോദസഞ്ചാര സീസൺ തൊട്ടരികെ നിൽക്കെ വിനോദസഞ്ചാര വാഹനങ്ങൾ കൂടുതലായി ഇതുവഴിയാണ് എത്തുക. ഇത് മുന്നിൽ കണ്ട് റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് ആവശ്യം.